ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഇന്ന് ഗുരുവായൂരാണ്. കുറേ നാളായി ഗുരുവായൂർക്കൊന്ന് പോകണമെന്ന് വിചാരിച്ചു. അപ്പോൾ ഗുരുവായൂർക്കൊന്ന് പോയി. അപ്പോൾ കുറച്ച് കുട്ടികളുടെ അരങ്ങേറ്റം കണ്ടു. ഒരുപാട് അരങ്ങേറ്റങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു അരങ്ങേറ്റം നൃത്തം ഷൂട്ട് ചെയ്യാൻ പറ്റി. നല്ല രീതിയിൽ തന്നെ അവർ കളിച്ചു. ഇപ്പോൾ പണ്ടത്തെ പോലെ ഒന്നല്ല, വീഡിയോ ഒന്നും ഉള്ളിലേക്ക് അലൗഡ് അല്ല. വീഡിയോ ക്യാമറ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെ ഗുരുവായൂർ അമ്പലത്തിൻ്റെ രണ്ട് സൈഡുമുള്ള കടകളിലുള്ള വർണ്ണമായിട്ടുള്ള ഓരോ വസ്തുക്കളാണ്. ഒരുപാട് പെയിൻറ്റിങ്സൊക്കെ കാണാം നമുക്ക്. കൃഷ്ണൻ്റെ അതിമനോഹരമായ പെയിൻറ്റിങ്സ് കാണാം. അപ്പോൾ അതൊക്കെ ക്യാമറയിലൊന്ന് പകർത്തി. പിന്നെ കൈമിടുന്ന വളകൾ, കീ ചെയിൻ, പിന്നെ ഇവിടെ ഒരു ആനയുടെ പ്രതിമ. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് കേട്ടോ ഗുരുവായൂർ കേശവൻ്റെ പ്രതിമ ഉള്ള. അവിടെ അത് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, അറ്റകുറ്റപ്പണികൾ. ഇവിടെ കടകളിൽ കുറേ ചെണ്ടകൾ, അതുപോലെ കൈമ കെട്ടുന്ന ചരടുകൾ, കഥകളി രൂപങ്ങൾ, പുസ്തകങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. ഭയങ്കര കൗതുകമായിട്ടുള്ള വിസ്മയമായിട്ടുള്ള കാഴ്ചകളാണ് നമ്മൾ ഗുരുവായൂർ പോയാൽ കാണാൻ പറ്റുക. നെറ്റിപ്പട്ടും വെഞ്ചാമരവും ഗണപതിയുടെ രൂപങ്ങളും എല്ലാം കൊണ്ടും കളർഫുള്ളായിട്ടുള്ള ഒരു ഏരിയയിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഉടുക്ക്, അതുപോലെ തന്നെ മയിൽപ്പീലികൾ, ഓടക്കുഴലുകൾ. ഇത് ഗുരുവായൂർ കുളമാണ്. നടുവിൽ കാണുന്നത് വിഗ്രഹമാണ്, ശ്രീകൃഷ്ണ വിഗ്രഹമാണ്. ഞാൻ വന്ന സമയത്ത് ഒരുപാട് തിരക്കുള്ള സമയം തന്നെയായിരുന്നു കേട്ടോ. കടകളിലൊക്കെ അത്യാവശ്യം തിരക്കുകളുണ്ട്, ആൾക്കാർ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട്. നമ്മൾ ഏതെങ്കിലും ഒരു കടയിൽ കയറി ഭയങ്കര കൺഫ്യൂഷനാവും. ഏത് സാധനങ്ങളാണ് വാങ്ങേണ്ടതെന്ന് നമുക്ക് ഭയങ്കര കൺഫ്യൂഷനാവും. അത്ര വലിയ വിലകളൊന്നും ഇല്ലല്ലോ കേട്ടോ ഇവിടെ. ഇപ്പം ഉള്ളിലേക്ക് നല്ലോണം നീങ്ങി ചെന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അതിനൊക്കെ ഭയങ്കര നിബന്ധനകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് അകലെ നിന്ന് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുള്ളൂ. ഇവിടെ നമുക്ക് വഴിപാട് ചെയ്യാമെന്നതിൻ്റെ ഒരു ബോർഡാണ് കാണാനുള്ളത്. നമുക്ക് എന്തെല്ലാം വഴിപാട് ചെയ്യാം അതിനൊക്കെ. ഇത് നമ്മൾ നേരത്തെ കണ്ട ആനയുടെ വിഗ്രഹം തന്നെയാണ്. തൊട്ടപ്പുറത്ത് ഒരു വിഗ്രഹം കൂടി, വിഗ്രഹം വെച്ചാൽ ഒരു ഗരുഡൻ്റെ ഒരു രൂപം കാണാൻ നമുക്ക്. ആൾക്കാർ തൊഴാൻ വേണ്ടിയിട്ടുള്ള ക്യൂ ആണ്. നല്ല തിരക്കുള്ള ദിവസം തന്നെയാണ് ഞാൻ ചെന്ന ദിവസം. ഇത് ഞാൻ നേരത്തെ കാണിച്ചു തന്ന കുളത്തിലെ ഞാൻ കയ്യും കാലും കഴുകാൻ വേണ്ടി പോയപ്പോൾ കണ്ട മീനുകളാട്ടോ. സിലോപ്പി വർഗത്തിൽപ്പെട്ടിട്ടുള്ള മീനുകളാണ്. ആൾക്കാർ അരിയും ഇവർക്ക് തിന്നാനുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. ഇവർക്ക് പേടിയൊന്നുമില്ല കേട്ടോ നമ്മളതിനെ. നമ്മൾ കാല് താഴത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാൽമൊക്കെ വന്നിട്ട് കടിക്കുകയൊക്കെ ചെയ്യും ചെറുതായിട്ട്. നമുക്ക് തൊടാനൊക്കെ പറ്റും. പക്ഷെ ഇതിൽ മീൻ പിടിക്കാനൊന്നും പറ്റില്ല. ഇത് മേപ്പത്തൂർ ഓഡിറ്റോറിയമാണ് കേട്ടോ. ഇവിടെയാണ് വലിയ വലിയ കലാകാരന്മാരുടെയും കച്ചേരികളും സംഗീതങ്ങളും അതുപോലെ നൃത്തങ്ങളൊക്കെ ഉണ്ടാകുന്ന സ്ഥലം. ഞാനിവിടെ വരുമ്പോഴത്തേനും ഇവിടുത്തെ പരിപാടികൾ കഴിഞ്ഞു. എല്ലാ ദിവസവും ഇവിടെ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ ഉണ്ടാവും കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്യുക. ഞാൻ അകലെ നിന്നാണ് ഗുരുവായൂർ അമ്പലത്തിൻ്റെ നട. ഞാൻ ഇത്ര അകലെ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ.